സോ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയുടെ ക്വാളിഫയേഴ്സിൽ പോൾ പൊസിഷനിൽ വന്നത് കിമി ആന്റണിലിയാണ്. സോ സിൽവർസ്റ്റോൺ സർക്യൂട്ടിൻ്റെ ആ ഒരു ലേഔട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സർക്യൂട്ടിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർ മെഴ്സിഡസിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ ഒബ്വിയസ് ആയിരുന്നു മെഴ്സിഡസ് തന്നെ സിൽവർസ്റ്റോണിൽ ഡൊമിനേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ സർപ്രൈസിങ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചത് ജോർജ് റസ്സൽ നല്ലതായിട്ട് ഡൊമിനേറ്റ് ചെയ്യും, നല്ലതായിട്ട് പെർഫോം ചെയ്യും, സ്പ്രിന്റ് റേസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്വാളിഫയേഴ്സ് ആണെങ്കിലും നല്ലൊരു വീക്ക് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കിമി ആന്റണിലിയാണ് എല്ലാവരും ഔട്ട് പെർഫോം ചെയ്തു. ലൂയിസിനെ ആണെങ്കിലും അല്ലെ ജോർജിനെ ആണെങ്കിലും എല്ലാവരും ഔട്ട് പെർഫോം ചെയ്ത് പോൾ പൊസിഷനിലേക്ക് വന്നു. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ബുള്ളിന്റെ ഐസക് ഹഡ്ജർ മാക്സ് വെർസ്റ്റാപ്പിനെ ഔട്ട് പെർഫോം ചെയ്ത് ക്വാളിഫയിങ്ങിൽ P5 പൊസിഷൻ സെറ്റ് ചെയ്തു. പിന്നെ റേസിംഗ് ബുൾസിന്റെ 60 മിലാഡും ലിയാം ലോസണും P9 P10 ആയിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി വീക്കിന്റെ എല്ലാ യങ് ഡ്രൈവേഴ്സിനും റുക്കീസിനും ഉള്ളതാണെന്ന് തോന്നുന്നു. ക്വാളിഫയേഴ്സിന്റെ Q1 സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാവരെയും സർപ്രൈസിങ് ആയിക്കൊണ്ട് ഐസക് ഹഡ്ജർ ആണ് ആ ഒരു Q1 സെക്ഷനിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. 1 മിനിറ്റ് 29 സെക്കൻഡ് വരുന്ന ഐസക് ഹഡ്ജറിന്റെ ലാപ് ടൈം. പക്ഷേ Q2 സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് റെഡ് ബുള്ളിന്റെ ആ ഒരു ഡൊമിനേഷൻ കുറഞ്ഞു. നേരെ മെഴ്സിഡസും ഫെറാറിയും ഡൊമിനേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതുമാത്രമല്ല റെഡ് ബുള്ളിൽ മാക്സിന്റെ കാരണം എഞ്ചിൻ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. മാക്സി ഇടയ്ക്ക് എഞ്ചിനീയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റെഡ് ബുള്ളിന്റെ ഈ ഒരു ഡ്രോബാക്ക് മുതലെടുത്ത് ഫെറാറിയുടെ ഹാമിൽട്ടനും ലെക്ലെയറും ഫ്രണ്ടിൽ കയറി. ഹാമിൽട്ടന്റെ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് 28 സെക്കൻഡും ലെക്ലെയറിന്റെ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് 28.4 സെക്കൻഡുമാണ്. പക്ഷേ ഫെറാറി അത്ര നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ട് മെഴ്സിഡസിനെ പിടിക്കാൻ പറ്റിയില്ല. കിമി ആയിരുന്നു Q2 സെക്ഷനിലെ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത്. അങ്ങനെ Q3 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഹാമിൽട്ടൺ ആയിരുന്നു ടോപ്പിലുണ്ടായിരുന്നത്. പക്ഷേ ആന്റണിലി വിട്ടുകൊടുത്തില്ല. ആന്റണിലി പെട്ടെന്ന് ഹാമിൽട്ടനെ ഹണ്ട് ഡൗൺ ചെയ്തു. ആന്റണിലിയുടെ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റും 28.36 സെക്കൻഡും ആയിരുന്നു. അതായത് ഹാമിൽട്ടണും ജോർജുമായിട്ട് ഒരു 0.13 സെക്കൻഡിന്റെ ഒരു മുൻതൂക്കം മാത്രം ആന്റണിലിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കിമി ആന്റണിലി കഴിഞ്ഞ 2 വീക്കെൻഡ്സിലെ ആ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എല്ലാം മാറ്റിയെടുത്ത് ഈ ഒരു വീക്കെൻഡിൽ വീണ്ടും പഴയതുപോലെ തന്നെ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴുണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആന്റണിലി ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ചാമ്പ്യൻഷിപ്പ് ലീഡറാണ്. അപ്പോൾ വലിയൊരു ഡിസ്റ്റോർട്ട് ആണോന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കിമി ആന്റണിലി തന്നെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി വിൻ ചെയ്യും. പക്ഷേ ഇതിൽ വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ബുള്ളിന്റെ പെർഫോമൻസ് ആണ്. റെഡ് ബുള്ളിന്റെ റേസിംഗ് ബുൾസിന്റെ അവർ രണ്ടുപേരും സെയിം പവർ ട്രെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ എഞ്ചിൻ ഭാഗത്താണെങ്കിലും അവരുടെ ചാസി ഭാഗത്താണെങ്കിലും കുറേ അപ്ഗ്രേഡ്സ് ഒക്കെ അവർ കഴിഞ്ഞ റേസിൽ ഓസ്ട്രേലിയയിലും ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. നല്ല 2 കാറും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ Q3 കഴിഞ്ഞപ്പോഴത്തേന് പ്രൊഫഷണൽ പോളിൽ കിമി ആന്റണിലി, P2 ലെക്ലെയർ, P3 ഹാമിൽട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ റേസിൽ കിമി ആന്റണിലി തന്നെ ജയിക്കുമോ അതോ ഹാമിൽട്ടണും ലെക്ലെയറും മെഴ്സിഡസിനെ ഹണ്ട് ഡൗൺ ചെയ്യുമോ? എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യൂ.